ഇപ്പം നമ്മൾ നോക്കൂ, ഈ പറയുന്ന ശമ്പള വർധന നടപ്പാക്കുമ്പോഴും നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനകത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഇത്തരം വീഴ്ചകൾ പരിഹരിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു ആവശ്യകത എപ്പോഴാണ് വരുന്നത്? ഒന്ന്, നമ്മളുടെ ഈ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഈ 3.8 എന്ന് പറയുന്നതിനകത്തുനിന്ന് 1.9 വന്നു എന്നാണല്ലോ പറയുന്നത്. ഈ 3.8 എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് നികേഷേ? 2010-ലാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് എത്ര, 14ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് എത്ര? അല്ല, 2.5. 2.5 നിന്നാണ് 15ലേക്ക്. 2010 ധനകാര്യ കമ്മീഷൻ 3.5, 12ാം ധനകാര്യ കമ്മീഷൻ 2.66, 13ാം ധനകാര്യ കമ്മീഷൻ 2.34, 14ാം ധനകാര്യ കമ്മീഷൻ 1.92, 15 1.93. ശരി, ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ടാണ്? 3.8 3.8 നിന്ന് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് കണക്ക് പറയുന്നത് എങ്ങനെയാണെന്നറിയാം? 3.8 നിന്ന് 1.9 എന്ന് പറയുമ്പോൾ 50% കുറഞ്ഞു എന്ന് വരും. അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ 2.5 നിന്നാണല്ലോ 1.9 വരുന്നത്. അപ്പൊ നമുക്ക് 21%-ഓ 22%-ഓ കുറയുന്നുള്ളൂ. അതാണ് ഒരു അവിടെ പറഞ്ഞിരുത്തോട്ടെ. അവിടെ വരുമ്പോൾ ഈ പറയുന്ന 18,000 പ്ലസ് 21,000, ഇനി ബാലഗോപാൽ പറയുന്ന അടുത്ത വർഷം വരാൻ പോകുന്ന 24,000, ഇത് 21ഉം 10ഉം 31 ഇട്ട് 39,000 കോടി രൂപ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുന്നു. പ്ലസ് 12,000 രൂപ GST കോമ്പൻസേഷൻ ഇല്ല. GST കോമ്പൻസേഷൻ ഇല്ല. അപ്പം ആ 39ഉം 10ഉം 49 അതായത് ഞാൻ ക്ലാരിറ്റി പറഞ്ഞു. സംസ്ഥാനം പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ 50,000 crores എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 3.8 നിന്ന് 1.9 ആകുമ്പോഴുള്ള 18,000 കുറവ്, 21 കുറവ്, പ്ലസ് 12,000 കുറവ്. ഇത് നോഷണലാണ്. ആയിക്കോട്ടെ സാറേ, ഞാൻ പറയുന്നത് നോക്കൂ. ഞാൻ ഒരു കണക്ക് പറഞ്ഞോട്ടെ. അതിന് കൂടെ ചേർക്കാനുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ 1.93 കണക്കാണ്. 1.93 കേരളത്തിന് കിട്ടുമ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറിനും കിട്ടുന്നത് 17%. തമിഴ്നാടിന് കിട്ടുന്നത് 3.65%. അവിടുത്തെ 1.92 കേരളത്തിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ ഈ കേരളത്തിന് കിട്ടുന്നത് 28 പൈസ. അല്ല, 53 ആയിപ്പോ. ഇല്ല, 28 പൈസ. 1.92 14 1.92 28 പൈസയാണ് കേരളത്തിൽ കിട്ടുന്നത്. ബീഹാറിന് എത്ര കിട്ടുന്ന അറിയോ? 17 രൂപ 74 പൈസയാണ് ഉണ്ണി. അത് ഡിവിസിബിൾ പൂളിൽ കേരളത്തിന് അവസ്ഥ. അന്നേരം നമ്മൾ പറയുന്നത് നമുക്ക് ഈ പറയുന്ന 2010-ലാണല്ലോ 3.5 കിട്ടിയത്. 2023 എത്തുമ്പോൾ നമുക്ക് അത് ഈ പറഞ്ഞ ഇത്രയധികം 15 വർഷം എടുത്തിട്ടല്ലേ നമുക്ക് പകുതിയായി ചുരുങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് കിട്ടുന്ന നമുക്ക് നഷ്ടപ്പെടുന്ന തുകയെ നമ്മൾ വളരെ ലഘൂകരിച്ച് കാണിക്കുകയും മറുഭാഗത്ത് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മളെപ്പോലെ തന്നെ കിട്ടുകയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ എന്താണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ ഈ ഉത്തരേന്ത്യക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതല്ലേ? അതായത് കേന്ദ്ര ഭരണാധികാരികൾ എവിടെയാണോ ഉള്ളത് അവർക്ക് വേണ്ടി ഭരിക്കുന്നു എന്നല്ലേ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർക്ക് വേണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവർ കൃത്യമായ രീതിയിലോ അല്ലെങ്കിൽ അതിൽ അവരർഹിക്കുന്ന രീതിയിലോ ഫണ്ട് ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഞാൻ പൂർത്തിയാക്കിയാലല്ലേ അത് എനിക്ക് അവസാനം ആ പറയുന്ന ഹെഡ്സിലൊന്നും തന്നെ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും മുണ്ടുമുറുക്കിയെടുത്ത് നേട്ടം ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മളെ പകുതിയായി വെട്ടിച്ചുരുക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡിവിസിബിൾ പൂളിൻ്റെ കാര്യത്തിലാണ് നമ്മൾ 3.92 എന്നുള്ളത് 1.8 ആയത്. ഇപ്പോൾ ഡിവിസിബിൾ പൂളിലേക്ക് പോകുന്ന ഈ നികുതി വരുമാനം ഉണ്ടല്ലോ, അത് വെട്ടിച്ചുരുക്കുകയാണ്. 10% ഈ പറയുന്ന 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് സെസ് ഇപ്പൊ 23-24%. അതായത് ഉത്തരേന്ത്യൻ സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഗ്രാൻഡ് ഇൻ എയ്ഡിന്റെ മാനദണ്ഡം ആരാ തീരുമാനിക്കുന്നത്? ഗ്രാൻഡ് ഇൻ എയ്ഡിന്റെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അവർ മാനദണ്ഡങ്ങളാണ് തീരുമാനിച്ചത്. അത് ജനസംഖ്യയുണ്ട്, ഈ പറയുന്ന അതുണ്ട്, ഈ പറയുന്ന വിസ്തൃതിയുണ്ട്,
പോപ്പുലേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 7 മാനദണ്ഡങ്ങളുണ്ട്. ഗ്രാൻഡ് ഇൻ എയ്ഡ് തീരുമാനിക്കുന്ന ഫിനാൻസ് കമ്മീഷനാണ്. അതിനകത്ത് ഫിനാൻസ് മിനിസ്ട്രിക്ക് റോളില്ല, അതിനകത്ത് കേന്ദ്ര സർക്കാരിന് റോളില്ല. ഈ മാനദണ്ഡം വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും നമ്മൾ ഈ പറയുന്ന പൈസ കൊടുക്കുന്നത്. 1, 2 ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സെസ് പിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ വർധനയാണ്. 133% വർധനയാണ് സെസ്സിന്റെ കാര്യത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന. ഐ അഗ്രി. സെസ് മാത്രമല്ല, സർചാർജും പിരിക്കുന്നുണ്ട്. അല്ലല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് NREGA എന്ന് പറയുന്ന പദ്ധതി, NREGA എന്ന് പറയുന്ന പദ്ധതി ഈ സെസ്സിൽ നിന്ന് വരുന്ന പൈസയിലാണ്. പറയട്ടെ, കുറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അതെ, ശരി, ഞാൻ പറയട്ടെ. NREGA പോലൊരു പദ്ധതി നടക്കുമ്പോൾ ഈ സെസ് സർചാർജിൽ നിന്നൊക്കെ വരുന്ന പൈസയിൽ നിന്ന് തന്നെയാണ് ഈ പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത്. അതിനകത്തൊരു ഷെയർ സംസ്ഥാനം കൊടുക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പല സമയങ്ങളിലും ഈ പറയുന്ന വീട് വെക്കുന്ന പദ്ധതി അടക്കം സംസ്ഥാനമാണ് കൂടുതൽ കൊടുക്കുന്നതിനകത്തും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയാം, ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ 2 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ റെയിൽവേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. 2 lakh crore rupees-ആണ് 2 ലക്ഷം കോടി രൂപ. നമ്മൾ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ എവിടെയും ഇതിൻ്റെ ഗുണം കിട്ടത്തില്ല. ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത്. നോക്കൂ, നമ്മൾ ഈ കാര്യത്തിനകത്തൊന്നും എനിക്ക് കേന്ദ്ര അവഗണനയ്ക്കകത്തൊന്നും തർക്കമില്ല. പക്ഷേ ഒരു പറയുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് പല ഘട്ടങ്ങളും വനവിസ്തൃതി എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട്. 10% വെയിറ്റേജ് നമുക്കുണ്ട്. ഏകപക്ഷീയമായി പീനലൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നികേഷേ ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ ഉള്ള സംസ്ഥാനങ്ങളാണ്. ഉത്തരേന്ത്യ പോലെ അല്ല. നമ്മൾ വലിയ രീതിയിൽ ഈ പറഞ്ഞ അടിസ്ഥാനമായി പറഞ്ഞു വെക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ ഒരു രൂപ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട്. 1.90 ഉത്തർപ്രദേശിന് കിട്ടുന്നു, നമുക്ക് 28 പൈസ കിട്ടുന്നു. ഈ ഡെസ്പാരിറ്റി ഉണ്ട്. ഐ എഗ്രി, അതിന് തർക്കമില്ല. അത് പക്ഷേ കേരളം മാത്രമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡവുമായി ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുന്നത്. നോക്കൂ, Meet the editors.